കാത്തിരിപ്പിനൊടുവിൽ ദൃശ്യം 3 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അതും മോഹൻലാലിന്റെ ജന്മദിനത്തിൽ. ജോർജ് കുട്ടിക്കും കുടുംബത്തിനും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. 2013 മോഹൻലാലിനെ നായകനാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം എന്ന ചിത്രം വലിയ ശബ്ദ കോലാഹലങ്ങളില്ലാതെയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ കഥ മാറി. 4ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ജോർജ് കുട്ടി എന്ന കേബിൾ TV ഓപ്പറേറ്ററുടെ അപ്രതീക്ഷിത നീക്കങ്ങൾ കാണികളെ ഞെട്ടിച്ചു. ഇൻഡസ്ട്രി ഹിറ്റടിച്ചാണ് ചിത്രം തിയേറ്റർ വിട്ടത്. എന്നിട്ടും പ്രേക്ഷകർ വിട്ടില്ല. ദൃശ്യത്തിന്റെ 2ാം ഭാഗത്തിനായി അവർ വാശി പിടിച്ചു. ചിലർ കഥകൾ വരെ എഴുതി. ഒടുവിൽ 2021 ദൃശ്യം 2 OTT റിലീസായി എത്തി. ജോർജ് കുട്ടിയെയും കുടുംബത്തെയും വലയിലാക്കാൻ പോലീസും ജീത്തു ജോസഫിന്റെ ട്വിസ്റ്റ് കണ്ടുപിടിക്കാൻ കാണിയും ശ്രമിച്ചെങ്കിലും ഇത്തവണയും അവർ പരാജയപ്പെട്ടു. ഇനി എന്ത്? 3ാം ഭാഗത്തിലെത്തുമ്പോൾ ജോർജ് കുട്ടിയെയും അയാളുടെ കുടുംബത്തെയും പ്രേക്ഷകർക്ക് വ്യക്തമായി അറിയാം. ഈ സിനിമ അവരുടെ വൈകാരിക പരിസരങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് സംവിധായകൻ ജീത്തു ജോസഫ് വ്യക്തമാക്കി കഴിഞ്ഞു. ട്വിസ്റ്റല്ല, ഇമോഷനാകും ദൃശ്യം 3യുടെ കോർ. ഒരു ഇമോഷണൽ ഡ്രാമ. ക്ലാസിക് ക്രിമിനൽ എന്ന് പോലീസ് വിശേഷിപ്പിക്കുന്ന ജോർജ് കുട്ടി പേടിച്ചു തുടങ്ങിയിരിക്കുന്നു. സിനിമയുടെ ടീസറിൽ അതയാൾ സമ്മതിക്കുന്നത് കാണാം. പ്രായമാകാം അതിന് കാരണം. അതുമല്ലെങ്കിൽ പോലീസിനെയും സമൂഹത്തെയും പോലെ അയാൾ ഒരു ക്രിമിനലാണെന്ന മക്കളും ചിന്തിച്ചു തുടങ്ങുമോ എന്ന ഭയം. ഒന്നും കഴിഞ്ഞിട്ടില്ലെന്ന പേടി. മുതിർന്ന കുട്ടികളും ഭാര്യയും ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്നതാകാം ജോർജ് കുട്ടി എന്ന പാറ പോലെ ഉറച്ച മനുഷ്യന്റെ ആത്മവിശ്വാസത്തിന് പോറലേൽപ്പിക്കുന്നത്. ദൃശ്യം 3 ടീസറിൽ ഇതുപോലെ ഇനി ആരൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല എന്ന് ജോർജ് കുട്ടി പറയുന്നുണ്ട്. പോലീസിനെ കൂടാതെ ആരാണ് ജോർജ് കുട്ടിയെ തേടി വരുന്നത്? ആരെയാണ് അയാൾ പേടിക്കുന്നത്? അതിനുള്ള ഉത്തരം ട്രെയിലറിലുണ്ട്. മാധ്യമങ്ങൾ വർഷങ്ങളോളം പോലീസ് അന്വേഷിച്ചിട്ടും പ്രതിയെ കണ്ടെത്തിയിട്ടും പൂർത്തിയാക്കാൻ സാധിക്കാത്ത വരുൺ പ്രഭാകർ കൊലക്കേസ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. വീണ നന്ദകുമാർ അവതരിപ്പിക്കുന്ന ജേർണലിസ്റ്റ് കഥാപാത്രം ജോർജ് കുട്ടിക്ക് പുറകിലാണ്. ട്രെയിലറിൽ പലയിടത്തും മൊബൈൽ ഫോൺ സ്ക്രീനിലേക്ക് ഞെട്ടലോടെ നോക്കുന്ന ജോർജ് കുട്ടിയെയും കുടുംബത്തെയും കാണാം. ഇതൊരു പക്ഷേ വരുൺ കൊലക്കേസുമായി ബന്ധപ്പെട്ട വാർത്ത കണ്ടിട്ടാകാം. പക്ഷേ എന്ത്? ആ കൊലക്കേസുമായി ജോർജ് കുട്ടിയെയും കുടുംബത്തെയും ബന്ധിപ്പിക്കുന്ന എന്ത് തെളിവാണ് ഇനി അവശേഷിക്കുന്നത്? അങ്ങനെയൊന്ന് പൊന്തി വന്നാൽ അയാൾ എങ്ങനെ അതിനെ നേരിടും? ഈ ചോദ്യങ്ങൾ കൂടിയാണ് ദൃശ്യം 3. ഒന്നിനു പുറകെ ഒന്നായി ട്വിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞ ചിത്രമായിരിക്കില്ല ദൃശ്യം 3 എന്നാണ് ട്രെയിലർ പറയുന്നത്. ജോർജ് കുട്ടിയുടെ മറ്റൊരു വശമാകാം ചിത്രത്തിൽ കാണിക്കുക. മാത്രമല്ല, ഇതുവരെ ജോർജ് കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച പ്രേക്ഷകർക്ക് മകനെ നഷ്ടമായ ഒരമ്മയെ ഓർക്കാനുള്ള അവസരം കൂടിയാകും ഈ ചിത്രം. മോഹൻലാൽ എന്ന പ്രതിഭയ്ക്ക് അഭിനയ സാധ്യത ഏറെയുള്ള മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ടെന്ന് വ്യക്തം. ലോഹിതദാസ്, സിബി മലയിൽ സിനിമകളിൽ കണ്ട ആ ലാൽ ഭാവങ്ങൾ ചിലപ്പോൾ ഈ സിനിമ സമ്മാനിച്ചേക്കാം. മലയാള സിനിമാ വ്യവസായത്തിനും ദൃശ്യം 3 പ്രധാനപ്പെട്ടതാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ പ്രീ റിലീസ് ബിസിനസ് ഡീൽ സ്വന്തമാക്കിയതിനു ശേഷമാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഏകദേശം 350 കോടി രൂപയ്ക്കാണ് സിനിമയുടെ തിയേറ്റർ, ഓവർസീസ്, ഡിജിറ്റൽ അവകാശങ്ങൾ പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയതെന്നാണ് സൂചന. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഒരു ചിത്രം റിലീസിന് മുൻപ് ഈ 3 അക്ക മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി തിയേറ്റർ കളക്ഷൻ. അഡ്വാൻസ് ബുക്കിംഗിലും വൻ മുന്നേറ്റമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. 15 കോടി രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ എന്നാണ് റിപ്പോർട്ടുകൾ. ജോർജ് കുട്ടിയുടെ അടുത്ത നീക്കം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയാൽ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റാകും ഈ മോഹൻലാൽ ചിത്രം, അതുറപ്പ്. എന്നാൽ അതത്ര എളുപ്പമല്ല. ഒരു ഹിറ്റ് ഫ്രാഞ്ചൈസിയുടെ ഭാഗമാണിതെന്നത് തന്നെയാണ് ഒന്നാമത്തെ വെല്ലുവിളി. രണ്ടാമത് പ്രേക്ഷകരുടെ മാറിയ അഭിരുചിയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ഇൻഡൻസ് ഡ്രാമ ആസ്വദിക്കാനുള്ള ക്ഷമ പ്രേക്ഷകർക്കുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ്. ജോണറിനെ പറ്റി സംവിധായകൻ ആണയിട്ട് പറയുമ്പോഴും ദൃശ്യമാരാധകർ അത് വിശ്വസിച്ചെന്ന് തോന്നുന്നില്ല. ക്ലൈമാക്സിൽ ഒരു അപ്രതീക്ഷിത സംഭവം അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ 3ാം വരവ് ജോർജ് കുട്ടിക്ക് അത്ര എളുപ്പമാകില്ല. പ്രതീക്ഷയുടെ ഭാരം അത്ര വലുതാണ്.